അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ സൂറത്തിനെ കുറിച്ചിട്ടാണ്. അത് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ നിസ്കാരം തന്നെ ബാത്തിലാവാനുള്ള ചില തപ്പുകളെ കുറിച്ച്, ചില വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഓർമ്മപ്പെടുത്തിയത്. ഇനി ഈ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ വാജിബായ ഒരു വിഷയമാണ് ഈ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ അതിൽ തുടർച്ച അത്യാവശ്യമാണ്. അതായത് ഓരോ ആയത്തുകൾക്കിടയിൽ അതിന്റെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ക്രമീകരിച്ചിട്ടോടുകൂടി ഓതൽ. അതായത് അതിന് ആ പദത്തെ ഇടയിൽ, ആ ആയത്തുകളുടെ ഇടയിൽ വിട്ടുപിരിക്കരംഗത്തെ വേറെ ഫസ്ലോ വേറെ എന്തെങ്കിലും വിഷയോ വന്നെങ്കിൽ എന്തൊരു വിഷയാണ് അങ്ങനെ ഇന്നെങ്കിൽ അപ്പൊ ഈ ഫാത്തിഹ സൂറത്തിന്റെ ഇടയിൽ വേറെന്തെങ്കിലും അജ്നബിയായിട്ടുള്ള പർത്തുള്ള നിസ്കാരത്തിൽ അല്ലാത്ത വേറെന്തെങ്കിലും നിസ്കാരത്തിൽ ബന്ധിച്ചതല്ലാത്ത വേറെന്തെങ്കിലും അജ്നബിയായിട്ടുള്ള വിഷയം ഈ ഫാത്തിഹ സൂറത്തിന്റെ ഇടയിൽ വന്നെങ്കിൽ അപ്പൊ എന്താക്കണോ, ആ ഫാത്തിഹ സൂറത്തിലെ ഫാത്തിഹയായിട്ട് നിങ്ങൾ തുടക്കത്തിൽ നിന്ന് ഓതണോണ്ടാണ്. അതായത് ഫാത്തിഹ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സൂറത്ത്, ഒരു ആയത്ത് ഫാത്തിഹ സൂറത്തിന്റെ ഇടയിൽ കൊണ്ടുവന്നേ, അപ്പൊ എന്താക്കണോ ഫാത്തിഹ സൂറത്ത് ഓതണോണ്ടാണ് പഠിപ്പാട്ടി കൊണ്ടുള്ളേ. അതുപോലെ ഒരാൾ തുമ്മിയെങ്കിൽ അൽഹംദുലില്ലാ ചൊല്ലൽ അത് പരിശുദ്ധമായ നിസ്കാരത്തെ പുറത്തും സുന്നത്താണ്, അതുപോലെ നിസ്കാരത്തിനും സുന്നത്താണ്. പക്ഷേ അത് ഫാത്തിഹ സൂറത്തിന്റെ ഇടയിൽ വന്നെങ്കിൽ അപ്പൊ എന്താക്കണം, തുടക്കത്തിൽ തന്നെ ഫാത്തിഹ സൂറത്ത് ഓതണോ. ഇനി ഫാത്തിഹ സൂറത്തിനിടയിൽ ഞങ്ങൾ കൊണ്ടുവന്നേ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ അതിങ്ങനെ തുടർച്ച വേണോട് ചൊന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നിസ്കാരത്തിനോട് ബന്ധിച്ച എന്തെങ്കിലും ഒരു വിഷയം ഫാത്തിഹ സൂറത്തിനിടയിൽ വന്നത്, അതെന്താ നിസ്കാരത്തോട് ബന്ധിച്ച വിഷയം എന്നെങ്കിൽ അതായത് ഇമാം ഞങ്ങൾ എന്താക്കിയ ഫാത്തിഹ സൂറത്തിനിടയിൽ ആമീൻ ചൊന്ന, ഇമാമുടെ ഫാത്തിഹ തീന്ത് ഇമാം ഓതിത്ത് ഞങ്ങൾ ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അപ്പൊ ഞങ്ങൾ എന്താക്കണോ അവിടെ ഞങ്ങൾ ആമീൻ ചൊന്നത് കൊണ്ട് ഫാത്തിഹ തുടക്കത്തിൽ ഓതണോണ്ടില്ല. കാരണം ഈ തഅമീൻ ചൊല്ലത്, ഈ ആമീൻ ചൊല്ലത് അത് നിസ്കാരത്തോട് ബന്ധിച്ച വിഷയമായിട്ട്. അതുപോലെ അതായത് ഇമാം എന്താക്കിയിട്ട് തിലാവത്തിലെ സുജൂദ് പോയിട്ട്, തിലാവത്തിലെ സുജൂദ് പോകുമ്പോ ഞാനാണെങ്കിലോ മാമുമായ ഞങ്ങൾ എന്താക്കിയിട്ടുള്ള ഫാത്തിഹ സൂറത്തിലെ പാതിയിലുള്ള അപ്പൊ എന്താക്ക ഇമാമൊരൊട്ടികം ഞങ്ങൾ എന്താക്ക തിലാവത്തില് സുജൂദ് ചെയ്യാം. എന്നിട്ടോ നിർത്തത്തിൽ വന്നിട്ട് തുടക്കത്തിന് ഫാത്തിഹ ഓതണോണ്ടില്ല, ഓർത്തോലായിട്ട് അതിനപ്പോ ഓതാം. അതുപോലെ ദുആഇൻ, അതായത് എന്തെങ്കിലും ഫാത്തിഹ സൂറ ഇമാം എന്താക്കിയോണ്ടു റഹ്മത്ത് ആയത്ത് ഓതിക്കൊണ്ടുണ്ട്. ഉദാഹരണങ്ങൾ ചൊല്ലെങ്കിൽ റഹ്മത്ത് ആയത്ത് ഓതുമ്പോ ഞങ്ങൾ റബ്ബിഗ്ഫിർലി വറഹ്മു അൻത ഖൈറുർ റഹീമീൻ, ഇങ്ങനെ എന്തെങ്കിലും റഹ്മത്ത് കേൾക്കൽ റഹ്മത്ത് വേനായിട്ട് ദുആർക്കോ സുന്നത്തുണ്ടോ. അപ്പൊ അങ്ങനെ ദുആർന്നത് കൊണ്ട് എന്താവില്ല, ഫാത്തിഹയുടെ തുടർച്ച മുറിയില്ല. അതല്ലെങ്കിൽ ഇമാം എന്താക്കിയുണ്ടോ അദാബിന്റെ ആയത്ത് ഓതിയുണ്ട്, വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ ചൊല്ല. ഇങ്ങനെ ഏതെങ്കിലും അദാബിന്റെ ആയത്ത് ഓതുമ്പോ ഞങ്ങൾ എന്താക്കാം, റബ്ബി ഇന്നി അഊദു ബിക മിനൽ അദാബ്, എങ്ങനെ എന്തെങ്കിലും അദാബിന്റെ കാവൽ കേൾക്കൂ, അദാബിന്റെ തൊട്ട് കാവൽ കേൾക്കലും നമുക്ക് എന്തുണ്ട്, സുന്നത്തുണ്ടോ. അങ്ങനെ കേട്ടത് കൊണ്ട് എന്താവില്ല, നിസ്കാരം ഫാത്തിഹ അബ്ബാസ് തുടക്കത്തിന് ഓതേണ്ടതില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എല്ലാം പഠിച്ച് മനസ്സിലാക്കി ജീവിച്ചിട്ട് കൃത്യമായ രൂപത്തിൽ നിസ്കരിക്കുകയും കൃത്യമായ രൂപത്തിൽ ഫാത്തിഹ സൂറത്ത് ഉൾപ്പെടെയുള്ള സൂറത്തുകൾ അതിന് ഹക്ക് പോലെ ഓതുകയും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഫാത്തിഹ സൂറത്ത് ചൊന്ന വിഷയം എല്ലാം അല്ലാഹു ഞങ്ങളുടെ ഖബൂലിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഔലിയാക്കന്മാരുടെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെല്ലാവരും പൊരുത്തം കാവലും അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങൾ ഈ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരുടെ ഖബറിലേക്ക് അല്ലാഹു ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വലിയ സന്തോഷമുള്ള ഒരു നല്ല സൽക്കർമ്മങ്ങളായിട്ട് നീ എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആരോഗ്യ പ്രശ്നങ്ങളും അല്ലാഹു എല്ലാം മാറ്റി തന്ന നല്ല ജീവിതം നമുക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم